ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു RJ Vibes. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും മാക്സിമം അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങളൊന്നും നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഇവിടെ അഡ്മിറ്റ് ആയ ദിവസം ജസ്റ്റ് ഡോക്ടറൊക്കെ കണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി 3 മണിക്കാണ് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അത്ര വലിയ പെയിനൊന്നും വന്നില്ല. രാവിലെ ഒരു 8 മണിയാവുന്നത് വരെ ചെറിയ ചെറിയ കൺട്രാക്ഷൻസും ചെറിയ പെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 38 ആഴ്ചയും 5 ഡേയ്സും ആയപ്പോഴാണ് കേട്ടോ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ രണ്ടാമത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 മണിക്ക് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ 8 മണിക്ക് വീണ്ടും വന്നിട്ട് ഇൻഡ്യൂസ് ചെയ്തു. ഡോക്ടറിനെ നേരിട്ട് വന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിരുന്നു. ആ ഒരു സമയത്ത് PV ചെയ്തതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഭയങ്കര പെയിനൊക്കെ ഉണ്ടായി. പിന്നെ ഒരു 10 മണിയായപ്പോൾ തൊട്ട് എനിക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിയുടെ പെയിൻ എന്താണെന്നുള്ളതും സിസേറിയന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും രണ്ടും ഞാൻ അറിഞ്ഞു. എനിക്ക് സിസേറിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 10 മണി മുതൽ വൈകിട്ട് ഒരു 6 മണി വരെ ഇവർ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കും ലേബർ പെയിൻ തുടങ്ങിയാലും ഉണ്ടായിരിക്കുക. നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ നിൽക്കാൻ, നമുക്ക് പെയിൻ വരുന്ന സമയത്ത് അവർക്ക് നമുക്ക് വേണമെങ്കിൽ കയ്യും കാലം കുഴിഞ്ഞു തരാനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും ഒക്കെ പറ്റും. എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ റിലേറ്റീവ്സിന് ആരാണ് കൂടെയുള്ള അവർക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. അതിവിടെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ആ ഒരു പെയിൻ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് ലേബർ റൂമിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വേദന സഹിച്ച് തന്നെ അങ്ങ് തടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കി നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവര് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. ഒരു 6:15 ആയപ്പോഴത്തേക്കിനും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് കുറെ ഹിസ്റ്ററി ഉള്ള കാര്യം ഓൾമോസ്റ്റ് എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാണ്ടാവും. നെർവിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, എനിക്ക് നടുവിന് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ, അനസ്തേഷ്യ. അങ്ങനത്തെ ഇഞ്ചക്ഷൻ ഒന്നും തരാൻ കഴിയില്ല. അങ്ങനെയുള്ള അനസ്തേഷ്യകളൊന്നും തരാൻ പറ്റില്ലായിരുന്നു. മുഴുവനായിട്ട് നമ്മുടെ ബോധം കെടുത്തിട്ട് മാത്രമേ സിസേറിയൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ സിസേറിയൻ ചെയ്യാനുള്ള കൺസെന്റും അല്ലാതെ നമ്മൾ തന്നെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിലാണെങ്കിൽ നമ്മളെ ഹസ്ബൻഡോ അതല്ലെങ്കിൽ പാരന്റ്സോ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ആയിരിക്കും സിസേറിയനുള്ള സൈൻ വാങ്ങിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഇവിടെ നമ്മൾ തന്നെ കൊടുക്കേണ്ടത്. അത്രയും പെയിൻ സഹിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. അനസ്തേഷ്യന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനെല്ലാം സൈൻ ചെയ്യിപ്പിക്കും. പിന്നെ പുറത്തു വന്നൊരു ഹസ്ബൻഡിനോട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് നടുവിന് ഇഞ്ചക്ഷൻ തന്നു കഴിഞ്ഞാൽ മേ ബി എൻ്റെ പഴയ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യമൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷമാണ് അവർ അനസ്തേഷ്യ തന്നത്. അനസ്തേഷ്യ തന്നതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അത്രയും വേദന സഹിച്ച് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങിയ പോലെ തോന്നി. പക്ഷെ ജനറൽ അനസ്തേഷ്യയുടെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളായിരിക്കും നമ്മുടെ ബേബിയെ കാണുന്നത്. നമുക്ക് കാണിച്ചു തന്നിട്ടാണ് പുറത്തിറക്കി കൊടുക്കുന്നത്. ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബോധം വരുന്നത്. അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞൊരു 8 മണി 9 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ഞാൻ റൂമിലോട്ട് എത്തിയത്. അപ്പോഴത്തേക്കിനും കുട്ടീനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് NICUവിൽ കൊണ്ടുപോയി അവർ ജസ്റ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായി. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പം ഉണ്ടായിരുന്നില്ല, അൽഹംദുലില്ലാഹ്. അങ്ങനെ പിന്നെ ഫുഡിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്കിവിടെ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ. ഇവിടെ നമുക്ക് ആരാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അയാൾക്ക് ഫുഡ് എന്താണെങ്കിലും ഇവിടെ നിന്ന് തന്നെയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ആ തരുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞു. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിനും ബേബി ഇങ്ങോട്ട് വന്നു, ഞാൻ ഇങ്ങോട്ട് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെയിനൊന്നും അങ്ങനെ അറിയാനുള്ള ഒരു ഗ്യാപ്പ് തരാതെ തന്നെ നമുക്ക് അത്യാവശ്യം പെയിൻ കില്ലറൊക്കെ തന്ന് നമ്മളെ മാക്സിമം കംഫർട്ടാക്കി വെക്കാൻ ഹോസ്പിറ്റലിലുള്ളവർ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ, അതായത് ഇന്നലെ 27th രാവിലെ പീഡിയാട്രീഷ്യൻ വന്ന് നോക്കിയപ്പോൾ ബേബിക്ക് ചെറിയൊരു ഫീവറോ ഒരു ഇൻഫെക്ഷനും പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളിപ്പോൾ തൽക്കാലം NICUവിൽ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇവിടെ എൻ്റെ ബാക്കിലൊന്നും കുട്ടീനെ കാണാനില്ല. ഇന്നലെ രാവിലെ കൊണ്ടുപോയതാണ്. ഇൻഷാ അല്ലാ ഇന്ന് ഡോക്ടർക്ക് വന്നു കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം അതല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് തരുമെന്ന് വിചാരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഡെലിവറി വിശേഷങ്ങൾ. എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പറയാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുള്ളൂ. ഇനി ഓരോരോ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ഡേഷൻസ് അറിയിക്കാം ഇൻഷാ അല്ലാ. നോക്കാം മാക്സിമം. അപ്പോൾ എനിക്കും മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഇവിടെ 5 ദിവസത്തെ മെറ്റേണിറ്റി ലീവ് കിട്ടും കേട്ടോ. ഫാദറിനും ലീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് 5 days ലീവ് കിട്ടിയോണ്ട് കൂടെ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരുമാണ് ഇപ്പോൾ ഇവിടെ റൂമിലുള്ളത്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ദുആ ചെയ്യണം ബേബിന്റെ ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടും ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. അത്രേ പറയാനുള്ളൂ.
ശരി, വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.